ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ബിടെക് ഡയറി ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൈവറ്റ് സെക്ടേഴ്സിൽ കിട്ടാൻ ചാൻസ് ഉള്ള മേജർ ജോബ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാൻ ഈ കോപ്പറേറ്റീവ് സെക്ടേഴ്സിലും പിന്നെ ഗവൺമെൻറ് മേഖലയിലും നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ജോലി കിട്ടാൻ ചാൻസ് ഉള്ള മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊരു സീരിയസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം ആ ഒരു വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു വീഡിയോ കാണാം. സോ നമുക്ക് സ്ട്രൈറ്റ് ടു ദ പോയിന്റ് പ്രൈവറ്റ് സെക്ടർ ജോബുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഒന്നാമത്തെ പോസ്റ്റ് വരുന്നതാണ് ഈ ഒരു ഡയറി ടെക്നോളജിസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. സോ ഈ ഒരു പോസ്റ്റിൽ നമുക്ക് മേജറായിട്ട് വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്സ്, അതായത് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്ങിൻ്റെ മാനേജ്മെൻറ്റ്, അതായത് മിൽക്ക്, കേർഡ്, ചീസ് ഇതുപോലത്തുള്ള ഡയറി പ്രൊഡക്ട്സുകളുടെ പ്രൊഡക്ഷൻസ് നടക്കുകയല്ലോ, പ്രോസസ്സുകൾ നടക്കുകയല്ലോ, ആ ഒരു പ്രൊഡക്ഷനും പ്രോസസ്സുകളെ മാനേജ് ചെയ്യുക എന്നൊരു പറയുന്ന ഒരു ജോബ്. അതായത് അതിൻ്റെ ടെക്നിക്കൽ സൈഡിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുത്ത് നടത്തുക. സോ മേജർ സ്കിൽസ് ഇതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിംഗ് ടെക്നോളജി, പ്ലാന്റ് മാനേജ്മെൻറ്റ്, പിന്നെ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോളജ്, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോളജും കാര്യങ്ങളും എല്ലാം ആർജിച്ചെടുക്കുക. അപ്പം മേജറായിട്ടുള്ള കമ്പനീസ് എന്ന് പറയുന്നത് അമൂൽ, ഹാറ്റ്സൺ, ഹെറിറ്റേജ്, നെസ്ലെ, ഡോഡ്ല, ബ്രിട്ടാനിയ ഇതൊക്കെ എന്ന് പറയുന്നത് ടോപ്പ് ആയിട്ടുള്ള പ്രൈവറ്റ് ഡയറി സെക്ടേഴ്സുകളാണ്. പിന്നെ അടുത്ത നമുക്ക് പ്രൈവറ്റ് സെക്ടേഴ്സിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ജോബാണ് ഈ ക്വാളിറ്റി അഷ്വറൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ജോബ് പോസ്റ്റ്. അതിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന വർക്കുകൾ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ FSSAI BIS കംപ്ലയൻസ് ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. സോ ഇതിൻ്റെ മേജറായിട്ടുള്ള സ്കിൽ ഈ ക്വാളിറ്റി സെഷൻസിലൊക്കെ മേജറായിട്ടുള്ള ഒരു സ്കിൽസ് നമുക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ HACCP, പിന്നെ ISO, പിന്നെ ഇതുപോലുള്ള ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷൻസ് നമ്മൾ എടുക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും വളരെയധികം ഗുണകരമായിരിക്കും. പിന്നെ ഈ ക്വാളിറ്റിയുടെ ഡോക്യുമെൻറ്റേഷനും റിപ്പോർട്ടിങ്ങും എല്ലാം ഇവരുടെ മേജർ ഡ്യൂട്ടീസാണ്. മേജർ കമ്പനീസ് എന്ന് പറയുന്നത് മദർ ഡയറി, ഹെറിറ്റേജ്, നെസ്ലെ തുടങ്ങിയ കമ്പനികളൊക്കെ മേജറായിട്ടുള്ള കമ്പനീസാണ്. പിന്നീട് വരുന്ന ഒരു പോസ്റ്റാണ് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്നൊക്കെ പറയുന്ന കുറേ പോസ്റ്റുകൾ മേജറായിട്ടുള്ള പ്രൈവറ്റ് കമ്പനീസിലെല്ലാം തന്നെ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനീസിലെല്ലാം തന്നെ ഒരു പോസ്റ്റ് അവൈലബിൾ ആണ്. അതായത് ന്യൂ ഡയറി പ്രൊഡക്ട്സ്, പ്രോബയോട്ടിക് പ്രൊഡക്ട്സ്, ഫ്ലേവേഴ്സ്, പിന്നെ പാക്കേജിംഗ് ഇന്നോവേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിൻ്റെ മേജർ സ്കിൽസ് എന്ന് പറയുന്നത് സെൻസറി ടെസ്റ്റിംഗ്, ഇതിൻ്റെ ഫോർമുലേഷൻസ്, പിന്നെ ഡയറി കെമിസ്ട്രിയെ പറ്റിയുള്ള നോളജ്, ഈ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഈ മെയിൻ്റനൻസ് പ്ലാന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അതായത് പാസ്ചറൈസേഴ്സ്, യുവാപ്പറേറ്റേഴ്സ്, കംപ്രസേഴ്സ്, പാക്കേജിംഗ് മെഷീൻസ് ഇതിൻ്റെയൊക്കെ വർക്കുകൾ പ്രോപ്പറാണ്. ഇത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം നടത്തുക. അപ്പം മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു നോളജ്, അതിൻ്റെ ഓട്ടോമേഷൻസിനെ പറ്റിയുള്ള ബേസിക്സ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും വളരെയധികം നല്ലതാണ്. പിന്നെ ലാർജ് ആൻഡ് മീഡിയം ഡയറി പ്ലാന്റ്സിലെല്ലാം ഈ ഒരു മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് എഞ്ചിനീയറുടെ റോള് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് വരുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക് ഓഫീസർ എന്ന് പറയുന്ന ഒരു റോള്. അതായത് കോൾഡ് ചെയിൻ ട്രാൻസ്പോർട്ടിനെ മാനേജ് ചെയ്യുക, സ്റ്റോറേജ്, പിന്നെ ഡെലിവറി ഷെഡ്യൂൾസുകളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിൻ്റെ മേജർ സ്കിൽസ് എന്ന് പറയുന്നത് പലതരം റൂട്ടുകൾ, ആ റൂട്ടിനെ പറ്റിയുള്ള പ്ലാനിങ്, അതിൻ്റെ കോർഡിനേഷൻസ്, പിന്നെ ഇൻവെൻട്രീസിൻ്റെ ഒക്കെ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് ഇതൊക്കെയാണ് വരുന്നത്. ഈ ഡയറി ആൻഡ് ഫ്രോസൺ ഫുഡ് കമ്പനീസിലെല്ലാം തന്നെ നമുക്കൊരു സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക് ഓഫീസറുടെയൊക്കെ ഒരു ഈ ഒരു റോളിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനീസിൽ നമുക്ക് ഒരു ബിടെക് ഡയറി ടെക്നോളജി കോഴ്സ് കഴിഞ്ഞതിൽ ജോലി ചെയ്യാൻ കിട്ടാൻ നമുക്ക് ചാൻസ് ഉള്ള പലതരം പോസ്റ്റുകളെ പറ്റി ഞാൻ എൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഷെയർ ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്തതായിട്ട് ഈ ടീച്ചിങ്ങും പിന്നെ അതുപോലെ തന്നെ അക്കാദമിക് ആയിട്ടുള്ള ജോബ്സ്, റിസർച്ച് ബേസിസിലുള്ള ഫെലോഷിപ്പ് പോലത്തെയുള്ള ജോബ്സ്, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടി ഈ ഒരു പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.